CPM-ന്റെ മുഖത്തിനേറ്റടിയാണ്, മുഖത്തേറ്റടി. കാരണം അക്രമ രാഷ്ട്രീയം മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയാണ് CPM എന്ന് ഉന്നതമായ നീതിപീഠം തിരിച്ചറിഞ്ഞൊരു വിധി കൂടിയാണ്. പാവപ്പെട്ട സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചാണ് പാർട്ടി നടത്തിയ കൊലപാതകത്തിന്റെ കൊലപാതകം രക്ഷിക്കാൻ ഈ ഭരണകൂടം ശ്രമിച്ചത്. അത് തിരിച്ചടക്കുകയും മാപ്പ് പറയുന്നു. നമസ്കാരം. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകം. ഈ രാഷ്ട്രീയ കൊലപാതക കേസിൽ CPM ആയിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. CPM-ന്റെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പ്രതികളായിരുന്നു. എന്തൊക്കെയായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക CBI കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് 5 വർഷം തടവും കോടതി വിധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും കാസർഗോഡ് പെരിയയിലെ ഇരട്ട കൊലപാതകത്തിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. പെരിയ ഇരട്ട കൊലപാതക കേസിലെ വിധി കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്. ഇത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും തിരിച്ചടിയല്ലേ? CPM-ന്റെ മുഖത്തിനേറ്റടിയാണ്, മുഖത്തേറ്റടി. കാരണം അക്രമ രാഷ്ട്രീയം മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയാണ് CPM എന്ന് ഉന്നതമായ നീതിപീഠം തിരിച്ചറിഞ്ഞൊരു വിധി കൂടിയാണത്. അത് മാത്രമല്ല, ഇനിയെങ്കിലും ഈ ആയുധം കൊണ്ടുള്ള കളി, അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, ബോംബ് രാഷ്ട്രീയം CPM അവസാനിപ്പിക്കണം. അതിന് ഈ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തിൽ വിധി ഇപ്പോൾ പരിപൂർണമായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ നീതി നടപ്പായി എന്നാണ് കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ കൊലപാതകം നടത്തിയ, ഈ വലിയ കൊലപാതകം നടത്തിയ പ്രതികളെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്നെടുത്ത പണം തിരിച്ചടയ്ക്കണം. സർക്കാർ തയ്യാറാവണം. പാവപ്പെട്ട സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചാണ് പാർട്ടി നടത്തിയ കൊലപാതകത്തിന്റെ കൊലപാതകം രക്ഷിക്കാൻ ഈ ഭരണകൂടം ശ്രമിച്ചത്. അത് തിരിച്ചടക്കുകയും മാപ്പ് പറയുമാണ്. ഇപ്പൊ ഇത് നിലവിൽ എന്താ പറയാ, 10 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ കോൺഗ്രസ് സന്തുഷ്ടമാണ്. അത് KPC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. KPC പ്രസിഡന്റ് കുടുംബവുമായി സംസാരിക്കും. കുടുംബത്തിന് തൃപ്തികരമായ രീതിയിലുള്ള നയപോരാട്ടവുമായി പോകാൻ എല്ലാ സഹായങ്ങളും കോൺഗ്രസ് നൽകും. നീതി പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല, പക്ഷെ ഒരു പരിധി നടപ്പിലായ സഹോദരമാണ്. പക്ഷെ എല്ലാ കുറ്റവാളികളെയും ശിക്ഷിക്കുന്ന രീതിയിലേക്കുള്ള നിയമ നടപടികളുടെ പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ അറസ്റ്റിലായവരിൽ ഒരാള് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതുപോലെ മുൻ MLA ആയിട്ടുണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു. CPM-ന്റെ ഉന്നത നേതൃത്വങ്ങൾ പോലും ഇക്കാര്യത്തിൽ പങ്കുള്ളതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. CPM-ന്റെ മുഖത്തേറ്റടി എന്ന് പറയാൻ കാരണം, ഒരു പ്രദേശത്തും ഒരു നാട്ടിലും ഒരു ജില്ലയിലും പാർട്ടിയുടെ മുഖമായ നേതാക്കളെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ മുഖം ഒന്നുകൂടി വികൃതമായിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഇരുവരെയും ജീപ്പിലെത്തിയ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് CBI പ്രത്യേക കോടതി ജഡ്ജി ശേഷാദ്രിനാഥൻ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇത് കണക്കിലെടുത്താണ് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഭാഗികമായി മാത്രമേ വിധി പ്രസ്താവത്തിൽ തങ്ങൾ തൃപ്തരായിട്ടുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമെങ്കിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽ കക്കാടത്ത്, മറുനാടൻ TV.